കൊച്ചിയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ പിടിയിലായിരിക്കുന്നു. വടുതല സ്വദേശി സക്കറിയ ടൈറ്റസിനെയാണ് കസ്റ്റംസ് പിടികൂടിയത്. വിദേശത്ത് നിന്ന് തപാൽ മാർഗം എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. മുജിതബ വിശദാംശങ്ങൾ. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ഓപ്പറേഷന്റെ ഭാഗമായി നടക്കുന്ന ചില പരിശോധനകൾ, പ്രത്യേകിച്ച് സാധാരണഗതിയിലുള്ള ഇത്തരം പരിശോധനകളിൽ നിന്ന് മാറി എക്സൈസും അതോടൊപ്പം തന്നെ കസ്റ്റംസും ഒക്കെ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കൂടി കടന്നിരുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ വഴിയും അതോടൊപ്പം തന്നെ തപാൽ മുഖേനയും ഒക്കെ ഇങ്ങനെ ലഹരി കടത്തുന്നു. പ്രത്യേകിച്ച് സജീവമായ പരിശോധനകളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ തപാൽ മാർഗവും അതോടൊപ്പം തന്നെ കൊറിയർ മാർഗവും ഒക്കെ ഈ ലഹരി കടത്ത് വ്യാപകമായതായ പോലീസിന്റെ പരിശോധന ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോ കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടി എന്നുള്ളതാണ്. അത് വിദേശത്ത് നിന്ന് തായ്ലൻഡിൽ നിന്ന് കടത്താൻ ശ്രമിച്ച കസ്റ്റംസുമായി ബന്ധപ്പെട്ടാണ്, കഞ്ചാവുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ പിടിയിലായിരിക്കുന്നത്. കാറിന്റെ സീറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതായിരുന്നു. വടുതല സ്വദേശി സക്കറിയ ടൈറ്റസ് ആണ് പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇയാളെക്കുറിച്ച് പോലീസ് കസ്റ്റംസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിനു മുമ്പും സമാനമായ രൂപത്തിൽ ഏർപ്പെട്ടിരുന്ന കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിപ്പം നേരത്തെയൊക്കെ സാധാരണഗതിയിലുള്ള പരിശോധന എന്ന് പറയുമ്പോൾ മുമ്പ് ഈ ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെ പുതിയ മാർഗങ്ങളിലേക്ക് ഈ പാഴ്സൽ വഴിയും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഓൺലൈൻ ഇടപാടുകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കേന്ദ്രീകരിച്ച അന്വേഷണം, ഏതെങ്കിലും തരത്തിൽ വലിയ കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട് 2 കിലോയിലധികം കഞ്ചാവ് പിടിക്കുക, ഹൈബ്രിഡ് കഞ്ചാവ് 2 കോടിയിലേറെ രൂപ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൂടി കസ്റ്റംസ് കടന്നിട്ടുണ്ട്. ജിൽസി. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് മോർണിംഗിൽ ഇടവേള.